വാട്ട് ഈഫ്, ഹൗ ക്യാൻ വി യൂസ് ഇറ്റ്? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വാട്ട് ഈഫ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാറില്ലേ? ആരെങ്കിലും എന്നെ കണ്ടാലോ എന്ന ഒരു സാങ്കല്പികമായ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷിൽ കൊണ്ടുവരാൻ കഴിയും നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരെങ്കിലും എന്നെ കണ്ടാലോ എന്ന് എങ്ങനെയാണ് പറയുക? വാട്ട് ഇഫ് സമ്മൺ സീസ് മീ? ആരെങ്കിലും എന്നെ കണ്ടാലോ? വാട്ട് ഇഫ് സമ്മൺ സീസ് മീ? വെൻ ഡസ് ദ സ്കൂൾ ഓപ്പൺ? സ്കൂൾ എപ്പോഴാണ് തുറക്കുന്നത് എന്നാണ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡസ് എന്ന ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത്. വാട്ട് ഇഫ് എന്ന പോസിറ്റീവായ പ്രയോഗത്തിൽ ഇത്തരത്തിൽ ഓക്സിലറി വെർബുകൾ വരാറില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വാട്ട് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നതാണ്. വാട്ട് ഇഫ് ഹി ഡസീവ്സ് യു? അവൻ നിങ്ങളെ വഞ്ചിച്ചാലോ എന്നാണ്. അപ്പോൾ ഇത്തരത്തിലാണ് വാട്ട് ഇഫ് എന്നതിൻ്റെ ഉപയോഗം. നമുക്കിതിനെക്കുറിച്ച് വിശദമായി നോക്കാം. പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇഫ് നോ വൺ ഈസ് ഹോം? അതായത് വീട്ടിൽ ആരുമില്ലെങ്കിലോ എന്ന ഒരു സംശയമാണ്. അത്തരത്തിലൊരു സംശയത്തെക്കുറിച്ച് സ്വയം ചോദിക്കുകയാണ്. വാട്ട് ഇഫ് ഹി ഡസൻ ഹെൽപ്പ് യു? അവൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലോ? ഇവിടെ നെഗറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ ഡസ് എന്ന ഓക്സിലറി വെർബ് കടന്നു വന്നിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്ട് ഇഫ് ദേ ഡോണ്ട് ടെൽ ദ ട്രൂത്ത്? അവർ സത്യം പറഞ്ഞില്ലെങ്കിലോ? ഇവിടെ ഹി എന്ന സിംഗുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഡസും ദേ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വന്നപ്പോൾ ഡൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കേണ്ടതില്ല. വാട്ട് ഇഫ് ഐ ഫെയിൽ? ഞാൻ പരാജയപ്പെട്ടാലോ? ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശങ്കയുണ്ടാവാം. ഞാൻ പരാജയപ്പെട്ടാലോ എന്ന ആശയം, അതാണ് ഇത്. വാട്ട് ഇഫ് ഐ ഡോണ്ട് പാസ് ദ എക്സാം? ഞാൻ പരീക്ഷയിൽ പരാജയപ്പെട്ടാലോ അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിലോ എന്ന ആശയമാണിത്. ഇവിടെ പോസിറ്റീവായ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഇത്തരത്തിലാണ് പ്രസൻറ്റ് ടെൻസിൽ വാട്ട് ഇഫ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വാട്ട് ഇഫ് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. വാട്ട് ഇഫ് ഇറ്റ് വാസിൻറ്റ് എനി ഗുഡ്? അത് നല്ലതല്ലെങ്കിൽ എന്തു ചെയ്യും എന്ന ആശയമാണ്. അതായത് അത്യാവശ്യ കാര്യത്തിന് ഒരു സാധനം വാങ്ങി, പക്ഷേ ആ സാധനം ഇനി മോശമായി പോയെങ്കിൽ എന്തു ചെയ്യും എന്ന ഒരു സംശയം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. വാട്ട് ഇഫ് യു കെയിം ലേറ്റ്? നിങ്ങൾ വൈകി വന്നാലോ? അതായത് ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ വൈകി വരികയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന അർത്ഥമാണ്. വാട്ട് ഇഫ് ഹി കെയിം ആഫ്റ്റർ ഹെർ? അതായത് അവൾക്ക് ശേഷം അവൻ വന്നാലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണിത്. വാട്ട് ഇഫ് ഹി കെയിം ആഫ്റ്റർ ഹെർ? മറ്റൊന്നുകൂടി, വാട്ട് ഇഫ് ഹി ഫെയിൽഡ് അറ്റ് ടേക്കിംഗ് ഔട്ട് എ ടാർഗറ്റ്? അതായത് അദ്ദേഹം ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിൽ അല്ലെങ്കിൽ ആ ടാർഗറ്റ് പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. പാസ്റ്റ് ടെൻസിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വാട്ട് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ രണ്ടാമത്തെ ഫോം, അതായത് V2. ബാക്കിയൊക്കെ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ച അതേ റൂള് തന്നെ. ഇനി നമുക്കിത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും ഉപയോഗിക്കാൻ കഴിയും. അതായത് വാട്ട് ഇഫ് യു ഹാഡ് ബ്ലെയിംഡ് ഹിം? നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലോ? വാട്ട് ഇഫ് യു ഹാഡ് ബ്ലെയിംഡ് ഹിം? ഒരാളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കണ്ടോ അദ്ദേഹം അത് ചെയ്തു, നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ന രീതിയിൽ നമ്മൾ പറയാറില്ലേ, അതാണിത്. മറ്റൊന്ന്, വാട്ട് ഇഫ് യു ഹാഡ് മിസ്ഡ് ദ ട്രെയിൻ? അതായത് നിങ്ങൾക്ക് ട്രെയിൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന അർത്ഥമാണ്. വാട്ട് ഇഫ് യു ഹാഡ് മിസ്ഡ് ദ ട്രെയിൻ. നെക്സ്റ്റ്, വാട്ട് ഇഫ് ഐ ഹാഡ് ഇൻ കം? ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലോ? ദൈവമേ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിതൊന്നും കാണാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് നഷ്ടമാകുമായിരുന്നു എന്ന അർത്ഥമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ വാട്ട് ഇഫ് ഐ ഹാഡ് ഇൻ ബീൻ ഡെയർ? ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിലോ എന്ന അർത്ഥമാണ്. അതായത് ഞാനവിടെ ചെന്നിട്ട് ഇത്രയൊക്കെ പണിയേ അവർ ചെയ്തുള്ളൂ, അപ്പോൾ ഞാനവിടെ ചെല്ലാതിരുന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന ഒരു അർത്ഥമാണ്. ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ മിക്കപ്പോഴും പറയുന്നതാണ് വാട്ട് ഇഫ് ഐ ഹാഡ് ടേക്കൺ ഇറ്റ് ഓഫ്? അതായത് ഞാനതെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ന അർത്ഥമാണ്. അതായത് ഞാനത് സൂക്ഷിച്ചു വച്ചതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. വാട്ട് ഇഫ് ഐ ഹാഡ് ടേക്കൺ ഇറ്റ് ഓഫ്? അപ്പോൾ വാട്ട് ഇഫ് എന്നതിൻ്റെ ഉപയോഗം ഇത്തരത്തിലാണ്. നമുക്ക് ഏതാനും ഉദാഹരണങ്ങൾ കൂടി പരിശോധിക്കാം. വാട്ട് ഇഫ് ഐ ഡു നോട്ട് ഫിനിഷ് ഓൺ ടൈം? ഞാൻ കൃത്യസമയത്ത് പൂർത്തീകരിച്ചില്ലെങ്കിലോ? എന്താണ് സംഭവിക്കുക എന്ന ആശയമാണ്. വാട്ട് ഇഫ് നോബഡി ഈസ് ഹോം? ആരും വീട്ടിലില്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യും എന്ന സംശയമാണ്. മറ്റൊന്ന്,
വാട്ട് ഇഫ് ഐ പെയ്ഡ് ബൈ ചെക്ക് ഓർ ഇൻ ക്യാഷ്? അതായത് ഞാൻ ചെക്ക് വഴിയോ അതോ പണമായോ പണമടച്ചാലോ എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ്. വാട്ട് ഇഫ് ഐ ഹാഡ് ടു ഡു ദിസ് എവറി ഡേ? ദൈവമേ, ഞാനിത് എല്ലാ ദിവസവും ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്ന അർത്ഥമാണ്. വാട്ട് ഇഫ് ഐ ഹാഡ് ടു ഡു ദിസ് എവറി ഡേ? അപ്പോൾ വാട്ട് ഇഫ് എന്നത് സംസാര ഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ ആശയങ്ങൾ ചിന്തിച്ചു തുടങ്ങുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.